السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ അംബിയ 14 മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا يا ويلنا إنا كنا ظالمين. فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. وما خلقنا السماء والأرض وما بينهما لاعبين. لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين. കഴിഞ്ഞ ആഴ്ച എടുത്ത ആയത്തുകളിൽ പറഞ്ഞത് മുൻകാലത്ത് എത്രയെത്ര നാടുകളെയാണ് നാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. അവരൊക്കെ ളാലിമീങ്ങളായ അക്രമികളായ ജനവിഭാഗമായിരുന്നു. അങ്ങനെ അൻശഅനാ ബഅദഹാ ഖൗമൻ ആഖരീൻ, അവർക്ക് ശേഷം മറ്റു ചില ജനവിഭാഗത്തെ നാം അവിടെ പകരം കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ എത്ര തലമുറകൾ, എത്ര നാടുകൾ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ ആ ശിക്ഷ അത് അവരെ ബാധിച്ചപ്പോൾ അവരതാ അതിൽ നിന്ന് അവർ പേടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഓടി പറയപ്പെട്ടു, നിങ്ങൾ അങ്ങനെ ഓടേണ്ടതില്ല, നിങ്ങൾക്ക് നൽകപ്പെട്ട സുഖസൗകര്യങ്ങളിലേക്ക്, നിങ്ങളുടെ വീടുകളിലേക്കൊക്കെ തിരിച്ചു വരൂ, നിങ്ങൾ ചോദിക്കപ്പെടാനുണ്ട് എന്നവരോട് പറയപ്പെട്ടു. ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ. ഖാലൂ, അവർ പറഞ്ഞു, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ. വൈല് നാശം, യാ വൈലന അതൊരു സങ്കടം കൊണ്ട്, വേദന കൊണ്ട് പറയുന്ന പ്രയോഗമാണ്. എന്തൊരു നാശം, വല്ലാത്ത ഘട്ടം എന്ന് പറയുന്ന യാ വൈലന, യാ ഹസ്രത്ത എന്ന ഖുർആൻ ഉപയോഗിച്ച പ്രയോഗമാണ്. എന്ന പോലെ യാ വൈലന, ഞങ്ങളുടെ നഷ്ടമേ, നാശമേ. ഇന്നാ കുന്നാ ളാലിമീൻ. ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, കുന്നാ ഞങ്ങളായിപ്പോയി, ളാലിമീൻ അക്രമികളായിപ്പോയല്ലോ എന്ന് അവർ പറഞ്ഞു. അതാണ് അതിൻ്റെ അവസാനം ഉണ്ടായത്. ഈ അദാബ് വന്നപ്പോൾ, പിടികൂടപ്പെട്ടപ്പോൾ ഇനി തൗബ കാര്യമില്ല, സ്വീകരിക്കപ്പെടുകയില്ല, പശ്ചാത്താപം സ്വീകാര്യമല്ല എന്ന നിലവാരത്തിലേക്ക് എത്തിയപ്പോൾ അവർ ആ കുറ്റം സമ്മതിച്ചു. അവർക്ക് ബോധ്യമായി, നമ്മൾ റൂട്ടുമാറി വഴിവഴിച്ചു പോയി എന്ന് ബോധ്യപ്പെടുകയും അവരത് തുടർന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ. അതുവരെ അവരാണ് ഹക്കിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ്, അവരാണ് എല്ലാം എന്ന് പറഞ്ഞ് അമ്പിയാക്കളെ മുഴുവൻ തള്ളിക്കളഞ്ഞ്, അള്ളാഹുവിന്റെ കിതാബിനെപ്പോഴും തള്ളിക്കളഞ്ഞ് പോയ ആളുകൾ റബ്ബിന്റെ അദാബ് വന്ന് പിടികൂടപ്പെടുന്നുവെന്ന് ബോധ്യമായപ്പോൾ പറഞ്ഞതാ, ഞങ്ങൾ അക്രമികളായി പോയല്ലോ. ഇന്നാ കുന്നാ ളാലിമീൻ എന്നവർ പറഞ്ഞു. ഫമാ സാലത് തിൽക ദഅവാഹും ഹത്താ ജഅൽനാഹും ഹസീദൻ ഖാമിദീൻ. ഫമാ സാലത് തിൽക ദഅവാഹും, ഫമാ സാലത് ആയിക്കൊണ്ടേയിരുന്നു, തിൽക അത്
ദഅ്വാഹും, അതായിരുന്നു അവരുടെ വാദം, അതായിരുന്നു അവരുടെ ആ ഒരു പറച്ചിൽ, ഏറ്റുപറച്ചിൽ അതായിരുന്നു. ഹത്താ ജഅൽനാഹും ഹസീദൻ ഖാമിദീൻ, ഹത്താ ജഅൽനാഹും, അങ്ങനെ നാം അവരെ ആക്കുന്നത് വരെ, ഹസീദൻ കൊയ്തെടുക്കപ്പെട്ടതുപോലെ, ഖാമിദീൻ എല്ലാം കെട്ടടങ്ങിപ്പോയത് ആകുന്നത് വരെ അവരത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ഒരു ഉപകാരപ്പെട്ടില്ല അർത്ഥം, ആ പറച്ചിൽ ഉപകാരപ്പെട്ടില്ല. അദാബ് മുന്നിൽ കാണുമ്പോൾ പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. മരണം തൊണ്ടക്കുഴിക്ക് എത്തുമ്പോൾ തൗബക്ക് പ്രസക്തിയില്ല. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബക്ക് പ്രസക്തിയില്ല എന്നതുപോലെ അദാബാണ് മുന്നിൽ കണ്ട് ശിക്ഷ വന്നു, ഇനി രക്ഷയില്ല, ഇനി കുടുങ്ങിപ്പോയി എന്ന് ബോധ്യമാകുമ്പോൾ നടത്തുന്ന വിലാപങ്ങൾക്കൊന്നും യാതൊരു പ്രയോജനം തന്നെ ഇല്ല. അവർ ആ വിലാപം നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഹത്താ ജഅൽനാഹും ഹസീദൻ ഖാമിദീൻ, എന്നാൽ നാം അവരെ ആക്കി തീർത്തു. ഹസീദൻ, ഹസീദനാൽ കൊയ്തെടുക്കപ്പെട്ടത് എന്നാണ് ഹസീദ്. സാധാരണ വിളവുകളൊക്കെ കൊയ്തെടുക്കുന്ന, കൃഷിയൊക്കെ കൊയ്തെടുക്കുന്നതിനാണ് ഹസദ എന്ന വാക്ക് ഉപയോഗിക്കുക. ഹസദ, ഹസീദ് കൊയ്തെടുക്കപ്പെട്ടത് എന്നാണ്. ഹസീദ് കൊയ്തെടുക്കപ്പെട്ടത്. ഖാമിദീൻ, ഖമദ, ഖാമിദീൻ സദാ തീയൊക്കെ ആളിക്കത്തി അവസാനം കെട്ടടങ്ങുക, അതാണ് ഖമദ എന്ന് പറയുക. സുത്യാസീനും പഠിച്ചു പോയ വാക്കാണ് ഖാമിദ് എന്നുള്ളത്. ഖാമിദീൻ കെട്ടടങ്ങിയവർ, അഥവാ പൂർണ്ണമായും അവര് നാമാവശേഷമാക്കപ്പെട്ടു എന്നർത്ഥം. ആകെ അതുവരെ ആളിക്കത്തീനും അതൊക്കെ കഴിഞ്ഞു, എല്ലാം കെട്ടടങ്ങി കൊയ്തെടുക്കപ്പെട്ട കൃഷികളെപ്പോലെ അവർ ഒന്നുമല്ലാതായി മാറുന്ന സാഹചര്യമുണ്ടായി. അല്ലാതെ ആ വിലാപങ്ങൾ അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നർത്ഥം. ഇതാണ് മുൻകാലത്തുണ്ടായത്. ഇങ്ങനെ എത്രയെത്ര സമുദായങ്ങൾ, അതാണ് മേൽനോക്കുന്നത്. ഖസംനാമിൻ ഖറയ, അവിടുന്നാണ് ഇതൊക്കെ. എത്ര നാടുകളെയാണ് നാം ഉന്മൂലനാശം വരുത്തിയത്, വേരോടെ മൊത്തം തകർത്ത് തരിപ്പണമാക്കിയത്. അവരൊക്കെ അവസ്ഥയാണിത്. ഓരൊക്കെ അദാബ് വന്നപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, തെറ്റുപറ്റിപ്പോയി, അക്രമികളായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇനിയും അതേ ചരിത്രം ആവർത്തിക്കാൻ നിൽക്കേണ്ടതില്ല. നിങ്ങൾ ഈ നബിയെ നിങ്ങൾ അംഗീകരിക്കുക, ഈ കിതാബ് നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് അബ്ബവോട് നൽകുന്ന ഉപദേശം. ഇനി അല്ല പൊതുവായി പറയുന്നു, വമാ ഖലഖന സ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. വമാ ഖലഖന സ്സമാഅ വൽ അർള, ആകാശങ്ങളെയും ആകാശത്തെയും ഭൂമിയെയും നാം സൃഷ്ടിച്ചിട്ടില്ല. വമാ ബൈനഹുമാ, അതിനിടയിലുള്ളതിനെയും എങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല? ലാഇബീൻ, ഒരു തമാശയായിക്കൊണ്ട് കളി വിനോദമായിക്കൊണ്ടല്ല നാം ആകാശത്തെയും ഭൂമിയെയും ഒന്നും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതൊക്കെ വെറുതെ ഉണ്ടാക്കിയതല്ല. ഈ ആകാശം ഈ ഭൂമിയും അതിനിടയ്ക്കുള്ള ഈ മുഴുവൻ അത്ഭുതകരമായ സൃഷ്ടിപ്പും ഇതൊക്കെ അല്ല ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ അല്ല ഉണ്ടാക്കിയല്ലോ. എന്നിട്ട് ആ റബ്ബ് പറയുക, ഈ പറഞ്ഞ പോലെ ജീവിക്കണം, നിങ്ങൾ ഇന്ന നിയമങ്ങൾ പാലിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ തള്ളിക്കളയുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി ഇതൊന്നും അല്ലങ്ങനെ വെറുതെ ഒരു കളിതമാശയായിട്ട് ഉണ്ടാക്കിയൊന്നും. ഇതിനൊക്കെ അല്ലാത്ത ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ തന്നെയാണ് മനുഷ്യനെയും പഠിച്ചത്, ആ ലക്ഷ്യത്തിൽ തന്നെയാണ് മറ്റു ജീവികളെയും പഠിച്ചത്. ഓരോന്നിനും സൃഷ്ടിപ്പിന് പിന്നെ അല്ലാഹു തആല കൃത്യമായ ചില ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് ആ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങുകയാണ് വേണ്ടത്. അവൻ പഠിപ്പിച്ച കാര്യങ്ങൾ പാലിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇതൊന്നും ഒരു അർത്ഥവുമില്ലാതെ വെറുതെ ഇങ്ങനെ അല്ലാഹുവെ പഠിച്ചിട്ടു എന്ന ഒരു മട്ടിലൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. വമാ ഖലഖന സ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ലഅബ്, ലഅബ കളിച്ചു, ലഅബ് കളി, ലാഇബ് കളിക്കുന്നവൻ, ലാഇബീൻ കളിക്കുന്നവർ ബഹുവചനമാണ്. അപ്പോൾ ഈ ആകാശത്തെയും ഭൂമിയെയും കളിക്കുന്നവരായിക്കൊണ്ടല്ല നാം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാതെ പ്രത്യേക ഉദ്ദേശമില്ലാതെ വെറുതെ ഉണ്ടാക്കിയത്. അബസൻ, ഖുർആൻ ഉപയോഗിച്ച മറ്റു പ്രയോഗമാണ് അബസൻ, വെറുതെ ഉണ്ടാക്കുക. ഒരു ലക്ഷ്യവുമില്ലാതെ ഉദ്ദേശവുമില്ലാതെ വെറുതെ ഉണ്ടാക്കുന്നതിനാണ് അബസ്. അതേ അർത്ഥമാണ് ഇവിടെ ലഇബൻ എന്ന വാക്ക് ഉപയോഗിച്ചുള്ളത്. സോദരൻ അല്ലാഹു പറഞ്ഞു, വമാ ഖലഖന സ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാതില, ആകാശത്തെയും ഭൂമിയെയും അവക്കിടയിൽ ഉള്ളതിനെയും ഒന്നും നാം സൃഷ്ടിച്ചത് ബാത്തിലായിക്കൊണ്ടല്ല, ഒരു നിരർത്ഥകമായി ഒരു അർത്ഥവുമില്ലാതെ സൃഷ്ടിച്ചതല്ല. ദാലിക ളന്നുൽ ലദീന കഫറൂ, അതൊക്കെ അവിശ്വാസികളുടെ വിചാരമാകുന്നു. ഫവൈലുൽ ലില്ലദീന കഫറൂ മിനന്നാർ, അത്തരം അവിശ്വാസികൾക്ക് നരകമാകുന്നു അവർക്ക് ലഭിക്കാനുള്ളത് എന്നല്ല പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ബാത്തിലൻ എന്ന പ്രയോഗമാണ് പ്രയോഗിച്ചത്, ഇവിടെ ലഇബൻ എന്ന പ്രയോഗമാണ് പ്രയോഗിച്ചത്. അപ്പോൾ ഒരു അർത്ഥവുമില്ലാതെ
വെറുതെ ഒരു വെറുമ്പടിയായി ഉണ്ടാക്കിയതല്ല ഈ പ്രപഞ്ചം മുഴുവനും. ഈ സൃഷ്ടിപ്പുകൾ, അത്ഭുതകരമായ ഈ സംവിധാനങ്ങൾ, ഇതെല്ലാം പടച്ച റബ്ബ് സൃഷ്ടാവ് ഒരുക്കി വെച്ചത് ഒരു അർത്ഥവുമില്ലാതെ വെറുതെ ഉണ്ടാക്കി വെച്ചതല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ലൗ അറദനാ അൻ നത്തഖിദ ലഹ്വാ, ലൗ അറദനാ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അൻ നത്തഖിദ ലഹ്വാ, ഒരു തമാശയായി വിനോദമായി അങ്ങനെ വല്ലതും ചെയ്യാൻ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലത്തഖദ്നാഹു മിൻ ലദുന്നാ, അത് നമ്മുടെ പക്കൽ നിന്ന് തന്നെ നാം അതിനെന്തെങ്കിലും മറ്റു ചില വഴികൾ കാണുമായിരുന്നു. ഇൻ കുന്നാ ഫാഇലീൻ, നാം അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലാഹുവിന് വെറുതെ തമാശക്കാണ് എങ്കിൽ, ഒരു വിനോദമായിട്ടാണ് അല്ലാഹ് പടക്കുന്നതെങ്കിൽ ഇത്ര ഭദ്രമായ സംവിധാനങ്ങളും ഈ ആകാശവും ഭൂമിയും അതേപോലെ നരകവും സ്വർഗവും മനുഷ്യന്മാരും ജിന്നുകളും എന്തിനാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്? അതെന്തെല്ലാം ചെയ്യാൻ പറ്റും? കാരണം അങ്ങനെ ഒരു വിനോദമായിട്ടായിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെ മറ്റു പലതും ചെയ്യാമായിരുന്നു എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ ഇമാം മുജാഹിദിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് നൽകുന്നത് കാണാൻ പറ്റും. യഖൂലു വമാ ഖലഖനാ ജന്നതൻ വലാ നാറൻ വലാ മൗതൻ വലാ ബഅസൻ വലാ ഹിസാബ. അങ്ങനെ ഒരു വിനോദമായിരുന്നുവെങ്കിൽ നരകം, സ്വർഗം, മരണം, അതേപോലെ എഴുത്തുനിൽപ്പ്, ഹിസാബ്, ഇതൊന്നും ഉണ്ടാക്കാൻ ആവശ്യമില്ലല്ലോ. ഒരു വിനോദത്തിലാണ് എങ്കിൽ ഒരു ലക്ഷ്യവുമില്ല, അർത്ഥവുമില്ല, വെറുതെ അങ്ങനെ അള്ളാഹുവിനെ പഠിച്ചുവിടുകയാണെങ്കിൽ അള്ളാഹ്ക്ക് വേറെന്തെല്ലാം ചെയ്യാം. പക്ഷെ ഇവിടെയല്ല, മനുഷ്യനെ പഠിച്ചു, ജിന്നുകളെ പഠിച്ചു, എന്നിട്ട് നരകം വെച്ചു, സ്വർഗം വെച്ചു, ഹിസാബുണ്ട് എന്ന് പറഞ്ഞു, മരിച്ചാൽ മറ്റു ലോകത്ത് വീണ്ടും ജീവിക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇതിനൊന്നും ഒരു ലക്ഷ്യവുമില്ല എന്നാണെങ്കിൽ പിന്നെ എന്തിനാണൊക്കെ അള്ളാഹ് ഉണ്ടാക്കുന്നത്? അത് അങ്ങനെ അള്ളാഹ് ഉദ്ദേശിച്ചതുവെങ്കിൽ അള്ളാഹു തആലക്ക് തന്നെ മറ്റു പലതും ചെയ്യാമായിരുന്നു. അവിടെ അങ്ങനെയൊന്നുമല്ല ഇതൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ അർത്ഥമുണ്ട്. ആ അർത്ഥം മനസ്സിലാക്കി പടച്ച റബ്ബിനെ കുറിച്ച് ബോധ്യപ്പെട്ട് ആ റബ്ബിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് അവന് കീഴ്പ്പെട്ട് ജീവിക്കുക, അതാണ് പ്രധാനം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്യുന്നത്. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا يا ويلنا إنا كنا ظالمين فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين وما خلقنا السماء والأرض وما بينهما لاعبين لو أردنا أن نتخذ لهوا لاتخذناه من لدنا لاتخذناه من لدنا إن كنا فاعلين سبحانك اللهم